ആകെ പൊളിഞ്ഞ് നശിച്ച് കുത്തുപാള എടുത്തിരിക്കുകയാണ് ഹൈറിച്ച് എന്ന മണി ചെയിൻ തട്ടിപ്പ് കമ്പനി. ഈ കമ്പനിയുടെ സിഇഒ ആയ ശ്രീന പ്രതാപൻ കുറെ ദിവസങ്ങളായി ഒളിവിലാണ്. സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കഴിഞ്ഞ 2 മാസമായി ഒളിവിൽ കഴിയുന്ന ശ്രീമതി ശ്രീന പ്രതാപൻ ഇപ്പോൾ വീണ്ടും വലിയ തിരിച്ചടികൾ നേരിടുകയാണ്. നിലവിൽ 42 കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നും പക്ഷേ ചേർപ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്രം അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത് അനീതിയാണെന്നും അതിനാൽ അറസ്റ്റ് ഒഴിവാക്കാൻ ഉത്തരവിടണമെന്നും പറഞ്ഞ് സമർപ്പിച്ച കേസിലാണ് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ സുപ്രധാന വിധി വന്നത്. അപേക്ഷക നിരവധി കേസിൽ പ്രതിപട്ടികയിൽ ഉള്ള വ്യക്തിയാണെന്നും ഏതൊക്കെ കേസിൽ അറസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്നും അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും അറസ്റ്റ് വേണ്ടാത്ത കേസിൽ നോട്ടീസ് നൽകി മൊഴി രേഖപ്പെടുത്താമെന്നുമാണ് കോടതി ഉത്തരവിട്ടത്. ഇതിനിടയിലാണ് ശ്രീന ഒളിവിൽ ഇരിക്കുന്ന സമയത്ത് ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നത്. പൊട്ടത്തരങ്ങളും പച്ചക്കള്ളവും മാത്രമുള്ള ഒരു വോയിസ് ക്ലിപ്പ്. അതിൽ ഇവർ പറയുന്നത് കേരളത്തിൽ ഓരോ പിൻകോഡിലും ഓരോ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ആയിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ 700ഓളം സൂപ്പർ മാർക്കറ്റുകൾ സ്വന്തമായി തുടങ്ങിയെന്നും മാഡം പറയുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ കയ്യെത്തി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിലവിൽ 700ഓളം പിൻകോഡിൽ ഫ്രാഞ്ചൈസികൾ വന്നു കഴിഞ്ഞു. അതായത് 700ഓളം സ്വന്തമായി സൂപ്പർ മാർക്കറ്റുകൾ. കേരളത്തിലെ തന്നെ നമ്പർ 1 OTT ആയി മാറാവുന്ന പോലെ ഒരു OTT നമുക്ക് വന്നു കഴിഞ്ഞിരുന്നു. ചുരുങ്ങിയ 2 മാസം കൊണ്ട് തന്നെ 12 ലക്ഷത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സിനും നേടിക്കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ OTTയും വന്നു. എന്നാൽ സത്യത്തിൽ ഒരൊറ്റ സൂപ്പർ മാർക്കറ്റ് പോലും ഇവർക്ക് ഇല്ലായിരുന്നു. പലയിടത്തും വാടകയ്ക്കും കമ്മീഷൻ അടിസ്ഥാനത്തിലും എടുത്ത ചെറിയ പെട്ടിക്കടകൾ ആയിരുന്നു ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത്. അതിനെ ഇവർ തന്നെ വിളിച്ച പേരാണ് സൂപ്പർ മാർക്കറ്റ് എന്നും ഹൈപ്പർ മാർക്കറ്റ് എന്നും. അതെല്ലാം അടച്ചുപൂട്ടി സീൽ വെക്കുകയും ചെയ്തു. പിന്നീട് ഇവർ പറയുന്നത് ഹൈറിച്ച് ഉണ്ടാക്കിയെടുത്ത വലിയൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. 1,80,00,000 ഐഡികൾ, 16 ലക്ഷം അംഗങ്ങൾ, ഇതെല്ലാം മണി ചെയിൻ സിസ്റ്റം വഴി ആളുകളെ ചേർത്ത് ഉണ്ടാക്കിയെടുത്ത കമ്മ്യൂണിറ്റിയാണ്. ശ്രീനെ ചോദിക്കുന്നത് 10 കോടി മുടക്കി ഞങ്ങളൊരു സിനിമ എടുത്താൽ ഈ 1,80,00,000 ഐഡികൾ 100 രൂപ വെച്ച് ഓരോ ടിക്കറ്റ് എടുത്താൽ 150 കോടിക്ക് അപ്പുറം ആയില്ല എന്നാണ്. 10 കോടി രൂപ ചെലവാക്കി നമ്മളൊരു സിനിമ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും 1,88,00,000 ഐഡിയിൽ 100 രൂപയുടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാൽ 188 കോടി രൂപ ഒരു മാസം കൊണ്ട് 10 കോടിയിൽ നിന്ന് 188 കോടി ഉണ്ടാക്കാൻ തരത്തിൽ നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുകയായിരുന്നു. ഒരാൾക്ക് തന്നെയാണ് 200ഉം 300ഉം ഐഡികൾ ഉള്ളതെന്ന കാര്യം മാഡം അവിടെ മറന്നുപോകുന്നു. 1 കോടിയൊക്കെ പോയി ഇപ്പോൾ ഏതാണ്ട് 500ഓളം പേരാണ് ഹൈറിച്ചിന് വേണ്ടി ജയ് വിളിക്കാൻ രംഗത്തുള്ളത്. പിന്നീട് മാഡം പറഞ്ഞ ജയിലിൽ കിടക്കുന്ന പ്രതാപന്റെ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ്. നമ്മുടെ കേരളം ദുബായ് ആക്കുക എന്നതിനെക്കുറിച്ചാണ് പ്രതാപൻ സാർ എന്ന മഹാൻ എപ്പോഴും സ്വപ്നം കണ്ടിരുന്നത്. അതിനെ പ്രതാപൻ കണ്ടെത്തിയ വഴിയാണ് മണി ചെയിൻ പരിപാടി. ദുബായ് വളർന്നത് മാന്യമായി കച്ചവടം ചെയ്തിട്ടാണ്, നിങ്ങളെപ്പോലെ ഈ തട്ടിപ്പ് മണി ചെയിൻ ബിസിനസ് ചെയ്തിട്ടല്ല. പ്രതാപൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ള മണി ചെയിൻ തട്ടിപ്പിൽ ജയിലിൽ പോകും. അവിടെ കിടന്ന് കേരളം ദുബായ് ആക്കുന്ന കാര്യമൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് സമയവും കിട്ടും. ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ പുതിയ മണി ചെയിൻ കമ്പനി തട്ടിക്കൂട്ടും, വീണ്ടും തട്ടിപ്പ് നടത്തും, ജയിലിൽ പോകും. ഇതിപ്പോൾ പ്രതാപനെ ശീലമായിരിക്കുകയാണ്. ഇനി അടുത്ത് ശ്രീന പ്രതാപൻ എന്ന മദർ തെരേസ അവാർഡ് നേടിയ ബിടെക് പഠിക്കാതെ ബിരുദം നേടിയ ധീര വനിതയാണ്. 1,80,00,000 അവിടെ നിൽക്കട്ടെ, ഒരു 46 കേസ് അവിടെ കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് സോൾവ് ആക്കി ഒളിവിൽ നിന്നും ആദ്യം പുറത്തു വരൂ. പിന്നെ ED, ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ പുറകെയുണ്ട്. ഇനി എങ്ങോട്ടും മാഡത്തിന് വല്ലാത്ത തിരക്ക് തന്നെ ആയിരിക്കും. മാഡത്തിന്റെ വലം കൈയായി കൂടെ നിന്ന ജിനിൽ ജോസഫ് ഒക്കെ പുതിയ ഊടായ്പ പരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. കുറെ പേർ ഓക്സിജനോ വഴി പച്ചമരുന്ന് വിൽക്കാൻ പോയിട്ട് അതേപോലെ തിരികെ വന്നിട്ടുമുണ്ട്. മരുന്നുകൾ ഉണ്ടാക്കുന്ന വ്യാജ ഡോക്ടറെ വരെ ഇപ്പോൾ കാണാനില്ല എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടെ കാശ് പോയവരെ ആവേശഭരിതരാക്കാൻ ഹൈറിച്ച് തിരികെ വരും, തിരിച്ചു വരും, പൂളിംഗം വീണ്ടും കിട്ടും എന്ന് പറയാനും കുറച്ച് കള്ളന്മാരുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മണി ചെയിൻ പ്രസ്ഥാനം ഈ കേരളത്തിൽ വരില്ല. ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ ഇത് പുതിയ രൂപത്തിൽ വന്നേക്കാം. പക്ഷെ അതെല്ലാം ഉടനെ അടച്ചു പൂട്ടപ്പെടും. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഹൈറിച്ചിന് ഇനിയൊരു മടങ്ങിവരവില്ല.